ഇനി മുന്നോട്ട് പറയുന്നത് നിങ്ങളൊരു സംരംഭം ആവുന്ന സ്റ്റേജാണ്. ഇതുവരെ പറഞ്ഞത് ഒരു സംരംഭം തുടങ്ങുന്നതിന് എന്തൊക്കെ വേണം എന്നുള്ളതായിരുന്നു. സംരംഭം തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് വേണ്ടത് നിങ്ങളുടെ ലീഗലൈസേഷൻ. അപ്പോൾ അതിന് വേണ്ടി വരുന്ന ലൈസൻസ് അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം ചെയ്തു വെക്കുക. പാർട്ട്ണർഷിപ്സ് ഉണ്ടെങ്കിൽ പാർട്ട്ണർഷിപ്പ് എല്ലാം ഡീഡിൽ എഴുതി ലീഗൽ വ്യവസ്ഥകൾ വരുത്തി വെക്കുക. ഒരു കമ്പനി തുടങ്ങുന്നതിന് നമുക്ക് ഇൻഷുറൻസും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ മാനദണ്ഡമായിട്ട് ഗവൺമെൻറ് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായും ചെയ്തു വെക്കുക. അതോറിറ്റി അപ്രൂവൽസ് പല പല ഇപ്പോൾ ഫുഡ് ബിസിനസ്സിലാകുമ്പോൾ അവരുടേതായ കുറേ നിയമങ്ങൾ ഗവൺമെൻറ്റിനുണ്ടാവും, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റേയും അവരുടെയും ഒക്കെ. അപ്പോൾ അതും നിങ്ങൾ നിർബന്ധപൂർവം എടുത്തിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ലീഗലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് റീസെല്ലർക്കാണ് കൊടുക്കുന്നത്, ഡയറക്റ്റ് ടു കസ്റ്റമർ അല്ല, പക്ഷെ ഒരു റീസെല്ലർക്കാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരായിട്ടുള്ള എഗ്രിമെൻസും ഈ സ്റ്റേജിൽ ഫൈനലൈസ് ചെയ്യണം. ഈ സ്റ്റേജിൽ ഫൈനലൈസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ക്ലീൻ ആയിട്ടുള്ള ബിസിനസ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റൂ. കാരണം ഈ ഒരു സമയത്ത് നിങ്ങൾ ലീഗലൈസേഷൻ ചെയ്ത് എഗ്രിമെൻസും കാര്യങ്ങളും ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഇൻ പ്ലേസ്, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഇടയിൽ ഇത് ചെയ്യേണ്ടി വരും. അപ്പോൾ ബിസിനസ് എക്സിക്യൂട്ട് ചെയ്യാൻ സ്ലോ ആവും. അപ്പോൾ ഇത് ആദ്യമേ ചെയ്തു വെക്കേണ്ട കാര്യങ്ങളാണ്.